Hello, Assalamu alaikum. Welcome to another video. Let's make pizza. നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിലൊരു കിടിലൻ പിസ്സ. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാഗ്നേഷൻ ചെയ്യാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി, അതേപോലെ ഒറിഗാനോ, ഇത്രയും മതി. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒറിഗാനോ ഇല്ലയെന്നാണെങ്കിൽ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിത് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് പിസ്സയ്ക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ചെറിയൊരു പിസ്സ, നമ്മുടെ നോർമൽ ചെറിയൊരു പിസ്സയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ പിസ്സ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. എങ്കിലാണ് പിസ്സേൻ്റെ ആ ഒരു പെർഫെക്റ്റ് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് 1 കപ്പ് മൈദയ്ക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്കി ആയിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് മുഴുവനായിട്ട് വേണ്ടി വരില്ല. നമുക്കത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ മൈദയൊക്കെ ആഡ് ചെയ്തല്ലോ, ആ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിലുണ്ട്, ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഈസ്റ്റും ഉണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ആ ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഡോ റെഡിയാക്കാം. ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ടും ജസ്റ്റ് ഒന്ന് കുഴച്ച് എടുക്കാവുന്നതാണ്. ഈ ടൈമിൽ അത്യാവശ്യം നല്ല സോഫ്റ്റിൽ ഒന്ന് ഡോ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ അതിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, വേണ്ടത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളവിടെ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ ബട്ടർ, നമുക്ക് എത്രയാണ് നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഡ്രൈ ആയി പോകരുത്. നമുക്ക് കടിക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും വേണം, നല്ല സോഫ്റ്റും വേണം. അതിനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുമുണ്ട്, നല്ല അടച്ച് വെച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ക്യൂബാണല്ലോ, ബ്രസ്റ്റ് പീസാണല്ലോ, ഒത്തിരി ഒന്നും വേവാനുണ്ടാവില്ല. ജസ്റ്റ് ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം.
ഇനി നമുക്ക് പിസ്സ സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഈ പിസ്സ സോസാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഈ സോസ് നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനായിട്ട് ഞാൻ 2 തക്കാളിയും ഒരു 4-5 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചത്. ഒരു വിസിൽ പെട്ടെന്ന് ആവാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. തക്കാളി ഒന്നും ഒരുപാട് വേവില്ല, ജസ്റ്റ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചോപ്പറിലാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എൻ്റെ ഈ ചോപ്പർ നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് നല്ല നൈസായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ വേവിച്ച തക്കാളിയും അതേപോലെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പീസസ് ആക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൈസായിട്ട് ജ്യൂസായി പോവും. ഇതാവുമ്പോൾ ഒരു തരിയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആവും കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തല്ലോ, ആ ഓയിലിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുള്ളൂ കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ഉള്ളിൻ്റെ പകുതിയും സവാള ഉണ്ടല്ലോ, സവാളേൻ്റെ പകുതിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ആ എണ്ണയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. ഒരുപാട് വാടിപ്പോവരുത്. ഇത് പിസ്സേൻ്റെ ടോപ്പിൽ വെച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ചൈനീസ് കുക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുകൊണ്ടിട്ട് തട്ടുമല്ലോ, ഫ്രൈ പാൻ പിടിച്ചിട്ട് ഇങ്ങനെ കുടയുമല്ലോ, അതേപോലെ ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ്റെ മസാലയും ആ ബട്ടറിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരിക്കലും നമ്മൾ ഒരുപാട് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് അതും ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി പിസ്സ സോസ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചല്ലോ ടൊമാറ്റോയും ഗാർലിക്കും, അത് ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1 ടീസ്പൂൺ സോസ്, ടൊമാറ്റോ സോസാണ് കേട്ടോ, കെച്ചപ്പ്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിലേക്ക് ഇനി അത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ പഞ്ചസാര, ഷുഗറും ഒരു ഇച്ചിരി ഷുഗറും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി എടുക്കണം. നിങ്ങൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ലൂസായിട്ടുള്ള ഇതായിരിക്കും. ഇത് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കണം. ടൈറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിലാക്കുക, ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ ഡയറക്റ്റ് പാനിലേക്ക് ഇട്ടിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് നൈസാക്കിയിട്ടും പോകരുത്, നല്ല കട്ടിയാക്കിയിട്ടും ചെയ്യരുത്, ഒരു നോർമൽ സൈസിലുള്ളത്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഈ പിസ്സ റെഡിയാക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ വക്കുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒരു കട്ടിയായിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പിസ്സ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇച്ചിരി കട്ടി ഉണ്ടാവും. അതേപോലെ നമ്മൾ കൈയിൻ്റെ വിരലുകൾ വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്താലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. ഇനി ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ പിസ്സ സോസാണ് കേട്ടോ. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പിസ്സേൻ്റെ ഡോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു സൈഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന്
കളറ് മാറിയാൽ മതി, ഒരുപാടൊന്നും കുക്കാവാൻ വേണ്ടിയിട്ട് ഉള്ളത് ഇല്ല. ജസ്റ്റ് അതാ ഒന്ന് കളറ് മാറിയിട്ടുള്ളൂ, അപ്പം തന്നെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടോപ്പിങ്സ് ചെയ്യാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. പിസ്സ സോസ് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഈ പിസ്സ സോസ് നല്ല ടേസ്റ്റാണ്. പിസ്സ കഴിക്കുമ്പോൾ ഈ സോസ് നമ്മൾ കഴിക്കുമ്പോൾ എടുത്തിങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച സോസ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സോസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും, ഫ്രിഡ്ജിൽ ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പിസ്സ സോസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസും മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ചീസ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്സിക്കം, ഉള്ളി വെച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിക്കായ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഡ്രൈ ആയി പോകരുത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോകും. ആ ചിക്കന് ഇതിലേക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ട്, ചിക്കൻ എങ്ങനെ പോയാലും ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിലും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെയും കൂടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് പോകരുത്. നമ്മളിങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്തല്ലോ, റൗണ്ട് ആക്കിയിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ഈ സെയിം ടൈം തന്നെ ഞാൻ അപ്പുറത്ത് ഒരു പാന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല ആവി നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ലിഡ് എടുത്തിട്ട് ഈ പാനോണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു 2-3 തവണ ഞാൻ ചെയ്തു കേട്ടോ. ഇപ്പം തന്നെ നോക്ക്, ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ചീസ് മെൽറ്റാവാനുള്ളൊരു ട്രിക്കാണിത്. ഇങ്ങനെ ആകുമ്പോൾ ഒരു ആവിയിലിരുന്നിട്ടുള്ള ആ ചിക്കൻ്റെയും ചീസും അതേപോലെ പിസ്സ സോസും എല്ലാം കൂടെ ഒരു സെറ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഒന്നുകൂടെ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. വീണ്ടും പാന് ചൂടാക്കിയിട്ട് 1-2 തവണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനിപ്പോൾ ഇവിടെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒന്നും കൂടെ ചെറിയ പീസസ് ആക്കാരം നല്ലത്. ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി പിസ്സയാണ്, പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം.